അത് ആ മുട്ടിക്കൊമ്പനെ ലോറിയിൽ കയറ്റി ആനപ്പന്തിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കാളിദാസൻ വീണ്ടും ചേരുന്നുണ്ട് നമുക്കൊപ്പം. കാളിദാസൻ അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. മുത്തങ്ങയിലെ ആനപ്പന്തിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഏത് പ്രദേശത്ത് നിന്നാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? അവിടെ തന്നെയാണോ കാളിദാസൻ ഉള്ളത്? പറയൂ. അസ്മിത, ഏറെ ഈ വടക്കനാട് വാസികൾക്ക് ഏറെ ഭീതി പരത്തിയ ആ മുട്ടിക്കൊമ്പനെയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ മുന്നിലത്തെ ലോറിയിലുള്ളതാണ് ആ മുട്ടിക്കൊമ്പൻ. അതിന് തൊട്ടുപുറകിലുള്ളത് സുരേന്ദ്രൻ എന്ന താപ്പാനയാണ്, കുങ്കിയാനയാണ്. ഇത് അല്പസമയത്തിനുള്ളിൽ തന്നെ മുത്തങ്ങയിലെ ആനപ്പന്തിയിലേക്ക് എത്തുകയാണ്. ഇതിപ്പോൾ വടക്കനാട് മേഖലയാണ്, താത്തൂർ ഫോറസ്റ്റ് സെക്ഷനിലെ വടക്കനാട് മേഖലയിലാണ്, വനമേഖലയിലാണ്. നമുക്ക് കാണാം ഈ മുട്ടിക്കൊമ്പനെ കാണാം. ഇതാണ് ഏറെ നാളുകളായി ഒരു കർഷകനെ കൊന്ന, ഒരു മാസത്തിന് മുമ്പ് കർഷകനായ വടക്കനാട് മേഖലയിലെ കർഷകനായ രാജീവിനെ ആക്രമിച്ച് കൊന്ന മുട്ടിക്കൊമ്പനെ ഏറെ നാളത്തെ ശ്രമകരമായ ദൗത്യത്തിന് ശേഷം ഉറക്കമളച്ച് 12 ദിനം ഉറക്കമളച്ച് വനം വകുപ്പ് RRT സംഘം 87 അംഗ സംഘം, അല്ലെങ്കിൽ വിവിധ മേഖലകളിലായി വിവിധ സേനകളായി തിരിഞ്ഞ് RRT സംഘവും വെറ്റിനറി സംഘവും ഒക്കെ തന്നെ ശ്രമകരമായി പിടിക്കാൻ ശ്രമിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച വനം വകുപ്പരെ ആക്രമിക്കാനെടുത്ത ആ മുട്ടിക്കൊമ്പനെയാണ് അങ്ങനെ കൊണ്ടുപോവുകയാണ്. മുട്ടിക്കൊമ്പനെ ഇപ്പോൾ കൃത്യമായ ഒരു അല്പസമയത്തിനുള്ളിൽ തന്നെ മുത്തങ്ങ ആനപ്പന്തിയിലേക്കാണ് എത്തിക്കുന്നത്. ഈ വടക്കനാട് ഈ മേഖലയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് ആ മുത്തങ്ങ ആനപ്പന്തി. അല്പസമയത്തിനകം തന്നെ ഈ മുട്ടിക്കൊമ്പനെ കൊണ്ടുപോകുമെന്നുള്ളതാണ് കൃത്യമായി മയക്കുവെടി വെച്ച ശേഷം അതിന് പിന്നാലെ ആന്റിഡോട്ടും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരമെന്നുള്ളത്. ഇപ്പോൾ ആ ഒരു ലോറിക്കുള്ളിൽ അതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ആ ലോറിയാണ് കൃത്യമായി ശാന്തനായി തന്നെ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറെ നാൾ കാട്ടാനക്കൂട്ടത്തോടൊപ്പം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വലിയ രീതിയിലുള്ള ഭീതി ഈ പ്രദേശവാസികൾക്കുള്ളിൽ ഭയം നിറച്ച ആ മുട്ടിക്കൊമ്പനെ ഈ മേഖലയിൽ നിന്നും അങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇനിയിപ്പോൾ ഈ വടക്കനാട് വാസികൾക്ക് സുഖമായി ഉറങ്ങാം, മറ്റൊരു കാട്ടാന ഇറങ്ങും വരെ എന്നുള്ളതൊക്കെയാണ് ഒരു ആശങ്ക സൃഷ്ടിക്കുന്നത്. എന്തായാലും നിലവിലെ ആശങ്ക ഒഴിച്ചുകൊണ്ട് വനം വകുപ്പിന്റെ വലിയ ദൗത്യം 12 ദിനം 13ാമത്തെ ദിനത്തിൽ ആ മുട്ടിക്കൊമ്പനെ പിടികൂടിയിരിക്കുന്നു. രാവിലെ 3:30 തുടങ്ങിയ ദൗത്യം 6 മണിയോടെ മയക്കുവെടി വെച്ചു. പിന്നീട് ശേഷം ഈ മുട്ടിക്കൊമ്പനെ കൃത്യമായി ട്രാക്ക് ചെയ്ത് കൃത്യമായി നിലയുറപ്പിച്ചു. അത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ച ശേഷം ഇനിയുള്ള നടപടിക്രമം എന്ന് പറയുന്നത് മുത്തങ്ങയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു മേഖലയിൽ നിന്ന് വളയ്ക്കാൻ ശ്രമിക്കുകയാണ്. വലിയ ഈ ഒരു ഭാരം എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും വലിയ അപകടങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം. ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഈ പല ഭാഗങ്ങളിലായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ 144 നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും തങ്ങളെ ഭയപ്പെടുത്തിയ, തങ്ങളെ ആക്രമിച്ച, തങ്ങൾക്ക് കൃഷിനാശം വരുത്തിയ ആ മുട്ടിക്കൊമ്പനെയായിരുന്നു ഇത്രയും നാളും നോക്കിക്കൊണ്ടിരുന്ന. ആ മുട്ടിക്കൊമ്പനെ പിടികൂടുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു വനം വകുപ്പിന് മുമ്പിലുണ്ടായിരുന്നത്. പ്രദേശവാസികളുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ നിലവിൽ ഈ മുട്ടിക്കൊമ്പനെ ഈ വടക്കനാട് മേഖലയിൽ, ഈ ബത്തേരിയിലെ ഈ വടക്കനാട് മേഖലയിൽ നാശം വിതച്ച കർഷകനെ കൊന്ന ആ മുട്ടിക്കൊമ്പനെ പിടികൂടിയിരിക്കുന്നു. ഇനിയിപ്പോൾ മുത്തങ്ങ ക്യാമ്പിലേക്ക് എത്തിക്കുകയാണ്. ആനപ്പന്തിയിലേക്കാണ് ഇനി കൊണ്ടുപോവുക. പക്ഷെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു കൺഫ്യൂഷൻ, അത് ആ റോഡിലൂടെ വാഹനം അതങ്ങനെ ചരിച്ച് കയറ്റുവാനുള്ള ഒരു ബുദ്ധിമുട്ടാണോ? അതോടൊപ്പം ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ മയക്കുവെടി വച്ചതിന് ശേഷം ആന കാട്ടിനകത്തേക്ക് കയറുകയുണ്ടായി, അപ്പൊ അതിനുശേഷം വീണ്ടും മയക്കുവെടി വയ്ക്കുന്നു, അങ്ങനെയാണോ പിടികൂടിയത് ഇപ്പോൾ? കാരണം ഇപ്പോൾ ഈ കുറച്ച് സമയം എന്തായാലും ഒരു ഡിലേ വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ വാഹനം അതിലേക്ക് കടന്നു പോകാനുള്ള ചില പ്രശ്നങ്ങൾ, അപ്പൊ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനിടയിൽ ആന മയക്കം വിട്ട് ഉണരുന്ന ഒരു സാഹചര്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? അവിടെ നാട്ടുകാരോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? അത് അത്തരം വിവരങ്ങൾ കൂടി ഒന്ന് പറയൂ കാളിദാസൻ. സ്മിത, ഇപ്പോൾ മയക്കം വിട്ട് എണീക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെ തന്നെയുണ്ട്. എന്തായാലും ഈ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കൃത്യമായ ഒരു ആന്റിഡോട്ട് കൊടുത്തില്ലെങ്കിൽ അത് ആനയുടെ ജീവന് തന്നെ ആപത്താണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആന്റിഡോട്ടുകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശത്ത്, അതായത് ഈ വടക്കനാട് മേഖലയിൽ ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഈ ലോറി വളച്ചെടുക്കാനുള്ള, അല്ലെങ്കിൽ ആ റോഡിന്റെ ഒരു പരിമിതിയുണ്ട്. കാരണം മൺതിട്ട നിറഞ്ഞ ഒരു ഭാഗത്ത് കൂടിയ ഒരു ഭാഗത്ത് കുറഞ്ഞ അത്തരത്തിലുള്ള സ്ഥലത്ത് കൂടിയാണ് ഈ വളച്ചെടുക്കുന്നത്. ഇപ്പോൾ JCB ഉപയോഗിച്ച് അവിടുത്തെ മണ്ണ് നീക്കി
മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ആ സാഹചര്യം കാണാം. വലിയ ശ്രമകരമായ ദൗത്യമാണ്. ഏറെ നാളുകളായുള്ള ആ ദൗത്യത്തിനൊടുവിൽ ഇപ്പോഴും ചെറിയ തടസ്സങ്ങളൊക്കെ തന്നെ നേരിടുന്നു. പക്ഷേ അത് എത്രയും പെട്ടെന്ന് ആ തടസ്സങ്ങളൊക്കെ നീക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്ത് മെല്ലെ JCB അവിടുന്ന് മാറുന്നു. ലോറിയുടെ തടസ്സവും എല്ലാം നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാകുന്നു. ഇവിടെ നിന്ന് വീണ്ടും അതൊന്നും കൂടി വളച്ച് അതിന് തൊട്ടുമുമ്പിൽ, ഈ ലോറിക്ക് തൊട്ടുമുമ്പിൽ ഒരു ജെണ്ടയുണ്ട്. ഈ കാടിനെയും നാടിനെയും തിരിക്കുന്ന ജെണ്ട എന്നാണ് അതിന് പറയുന്നത്. ആ ജെണ്ട കാണാം. അപ്പോൾ അത് മുമ്പോട്ട് എടുക്കാൻ പറ്റില്ല. അതിന് പിന്നീട് റിവേഴ്സിലേക്ക് എടുക്കുന്നു. ബാക്കിലേക്ക് എടുത്ത് പിന്നീട് ഒന്നും കൂടി വളച്ച് ഇതുവഴി ഇത്തരത്തിൽ തന്നെ ഇങ്ങനെ പോകേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ആ സാഹചര്യമൊക്കെ അങ്ങനെ മാറിയിരിക്കുന്നു. ഇനി പിന്നെയും പിന്നിലേക്കെടുത്ത് വീണ്ടും വളച്ചു കയറണം. പക്ഷേ ആനയെ സംബന്ധിച്ച് ആനയുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ കുങ്കിയാനയെ ഉപയോഗിച്ച് തട്ടിക്കയറ്റുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പരിക്കുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആനയെ കണ്ടിടത്തോളം അത്തരത്തിലുള്ള പരിക്കുകളൊന്നും തന്നെ കാണാനില്ല. എന്തായാലും വെറ്ററിനറി സർജന്റ് അരുൺ സക്രയുടെ ഒരു അറിയിപ്പ് കൂടി കിട്ടിയതിന് ശേഷമാണ് ആനയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നുള്ളതൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുക. ഇനിയിപ്പോൾ വലിയ താമസമില്ലാതെ ഇവിടുന്ന് 8 കിലോമീറ്റർ ദൂരെയാണ് മുത്തങ്ങയിലെ ആ ഫോറസ്റ്റ് ക്യാമ്പ്. അവിടെ ഈ മുട്ടിക്കൊമ്പനായി പ്രത്യേകം സജ്ജീകരിച്ച കൂടടക്കം തയ്യാറായിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുത്തങ്ങ ഒരു ടൂറിസം കേന്ദ്രമാണ്. അവിടെ സഫാരിയൊക്കെ സാധാരണ നിലയിൽ ടൂറിസം സഞ്ചാരികൾ ഒരുപാട് എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ മുട്ടിക്കൊമ്പനെ എത്തിക്കുന്ന ഒരു ദൗത്യം ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സഫാരികളൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതൊക്കെ വയനാട് വൈൽഡ് ലൈഫ് വാർഡനടക്കം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മുട്ടിക്കൊമ്പനെ കൊണ്ടുപോകാനുള്ള ദൗത്യം നമുക്ക് കാണാം. ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് തന്നെ ഇപ്പോൾ ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്കറിയ ഈ ഒരു പ്രദേശത്തുണ്ട്. ഏറെ നാളുകളായി ഉറക്കം കെടുത്തിയ ആ അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഏറെ ദിവസങ്ങളായി ഇതിന്റെ പുറകെ തന്നെയായിരുന്നു. ഈ ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ ദൗത്യത്തിലെ അംഗങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 87 അംഗ ദൗത്യ സംഘമായിരുന്നു ഇന്ന്. അത് വിവിധ സേനകളായി തിരിഞ്ഞ വനം വകുപ്പ്, RRT, അങ്ങനെ വെറ്റിനറി സംഘമൊക്കെ തന്നെ ഇതിൽ ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 3:30 തുടങ്ങിയ ദൗത്യം തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് ഈ മുട്ടിക്കൊമ്പനെ കൃത്യമായി ട്രാക്ക് ചെയ്തു. ശേഷം 6 മണിയോടെ മയക്കുവെടി വെച്ചു. പിന്നീട് മയക്കുവെടി വെച്ച ശേഷം ഇപ്പോൾ കൃത്യമായി നിലവിളിച്ചത് കൊണ്ടുപോയി. ഇവിടെ അതെ വിജയകരമായി ഇവിടെ നിന്ന് ഈ ഒരു പ്രദേശത്ത് നിന്നും കൊണ്ടുപോയിരിക്കുന്നു. ഇനി മുത്തങ്ങയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ 8 കിലോമീറ്റർ അകലെയുള്ള മുത്തങ്ങ ക്യാമ്പിലെ ആ ആനപ്പന്തിയിലേക്ക് പ്രത്യേകം ഇവിടെ പ്രദേശവാസികളിലൊക്കെ തന്നെ ആരവം കേൾക്കാം. വലിയ രീതിയിലുള്ള ആരവം കേൾക്കാം. ഈ ഒരു പ്രദേശത്ത് തന്നെ കൊണ്ടുപോയി ഈ പ്രദേശത്ത് നിന്നും ഈ ആനയെ കൊണ്ടുവരിക്കുന്നുള്ളത് നമുക്ക് ഈ തൊട്ടുപുറകിൽ താപ്പാനയും കാണാം. തൊട്ടുപുറകിൽ കോന്നി സുരേന്ദ്രനാണ് ആ താപ്പാന. ഈ കുങ്കിയാനയും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു ഭാഗത്ത് വലിയൊരു ഇവിടെ എത്തിയപ്പോൾ പോലും ഒരു തടസ്സം വന്നു എന്നുള്ളതാണ് ഏറെ ആശങ്ക നിറച്ചു പ്രദേശവാസികളിൽ എന്നുള്ളൊരു സാഹചര്യം. പക്ഷേ JCB അടക്കം ഉപയോഗിച്ച് ആ മണ്ണ് മാറ്റി ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. മുട്ടിക്കൊമ്പൻ കൊണ്ടുപോയിരിക്കുന്നു. ഇനി മുട്ടിക്കൊമ്പനെ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആനപ്പന്തിയിലേക്കാണ് കൊണ്ടുപോകുന്നത്, മുത്തങ്ങയിലെ ആനപ്പന്തിയിലേക്ക്. അങ്ങനെ കൊണ്ടുപോകുന്നതിനിടയിൽ ചില തടസ്സങ്ങൾ ഉണ്ടായി. ആ തടസ്സങ്ങളെല്ലാം പരിഹരിച്ച് ഇപ്പോൾ ആനയുമായുള്ള ആ ദൗത്യം അത് പൂർത്തിയാക്കാൻ വാഹനങ്ങൾ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരമുണ്ട് മുത്തങ്ങയിലെ ആനപ്പന്തിയിലേക്ക്. കോന്നി സുരേന്ദ്രൻ താപ്പാന, അതുപോലെ കുങ്കിയാന ഉൾപ്പെടെ ആനകളെല്ലാം ഒരുമിച്ചാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏതായാലും ആ ആശങ്കയ്ക്ക് ഒരു പരിഹാരമായിരിക്കുന്നു. ആ വാഹനങ്ങൾ കടന്നു പോകാനുള്ള ചില തടസ്സങ്ങളൊക്കെ പരിഹരിച്ചിപ്പോൾ ആ വാഹനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാളിദാസൻ ദേവദത്തം ആണ് നമുക്ക് അവിടുന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അല്പം മുൻപ് നമ്മൾ ഈ വാഹനം അവിടെ തടസ്സപ്പെടുന്നത് ചെറിയൊരു ആശങ്കയ്ക്കിടയായി. അതിനുശേഷം ആ വാഹനം എടുത്തു പോകുമ്പോൾ നാട്ടുകാരുടെ ഒരു സന്തോഷത്തോടെയുള്ള ഒരു ആർപ്പുവിളി നമ്മൾ കേട്ടു. കാരണം അത്രയ്ക്ക് ആശങ്കയിലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രദേശത്തുള്ളവർ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മുട്ടിക്കൊമ്പന്റെ ആക്രമണം, വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. അപ്പോൾ അതിനെല്ലാം ഒരു ആശ്വാസമായിരിക്കുന്നു. മയക്കുവെടി വെച്ചതിന് ശേഷവും ആന കാട്ടിലേക്ക് പോയത് വല്ലാത്ത ആശങ്ക പ്രദേശത്തുള്ളവർക്ക് ഉണ്ടായിരുന്നു. അതിനെല്ലാം പരിഹാരമായിരിക്കുന്നു. അത് ആ വാഹനം ഇപ്പോൾ മുത്തങ്ങയിലുള്ള ആനപ്പന്തിയിലേക്ക് പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാളിദാസൻ ദേവദത്തമാണ് വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.